ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഭഗവത്ഗീതയിലെ ആദ്യ അധ്യായത്തിൽ 15 ശ്ലോകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് 16 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലാനുള്ളത്. അപ്പോൾ ഇതിൽ 16, 17, 18 ശ്ലോകങ്ങൾ ഞാൻ ഒരുമിച്ച് ചൊല്ലും. എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനം ഒരുമിച്ചാണ് പറയുക. അപ്പോൾ അങ്ങനെ നമുക്ക് 25 വരെയുള്ള ശ്ലോകങ്ങളുടെ ചൊല്ലാനും അതിൻ്റെ വ്യാഖ്യാനവും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ചൊല്ലി തുടങ്ങുകയാണ്. ഓം പരമാത്മനേ നമഃ. അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മു പൃഥക് പൃഥക്. അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദദ്മു പൃഥക് പൃഥക്. യുദ്ധം ആരംഭിച്ചു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങൾ വരെ പറഞ്ഞു നിർത്തിയത് അല്ലേ. 15ാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലുമ്പോൾ പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണൻ പാഞ്ചജന്യവും അർജുനൻ ദേവദത്തവും ഭീമസേനൻ പൗണ്ഡ്രം എന്ന ശംഖും മുഴക്കി എന്നുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ 16, 17, 18 ശ്ലോകങ്ങളിലും ശംഖ് മുഴക്കുന്നത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പലരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് അവർ ശംഖ് മുഴക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ആദ്യം പറയുന്നത് കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അല്ലെ. പഞ്ചപാണ്ഡവരിലെ ഏറ്റവും മൂത്ത ആളാണ് യുധിഷ്ഠിരൻ. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖ് മുഴക്കി. നകുല സഹദേവന്മാര് സുഘോഷമണി പുഷ്പകങ്ങൾ, സുഘോഷം, മണി, പുഷ്പകം എന്നീ ശംഖുകൾ മുഴക്കി. പിന്നെ ബാക്കി ആരൊക്കെയാണ് ശംഖ് മുഴക്കിയത് എന്നുള്ളതാണ് പിന്നെയുള്ള ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 16, 17, 18 ശ്ലോകങ്ങളിൽ ഇങ്ങനെ ശംഖ് മുഴക്കിയതാണ്. ശംഖുകളുടെ പേര് പറഞ്ഞും ആരൊക്കെയാണ് ശംഖുകൾ മുഴക്കിയതും എന്നും പറയുകയാണ്. അപ്പോൾ അതിൽ ബാക്കി പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് വില്ലാളി വീരനായ കാശി രാജാവ്, മഹാരഥനായ ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, തോൽവി ഇതുവരെ അറിയാത്ത സാത്യകി, ദ്രുപദൻ, ദ്രൗപദി പുത്രന്മാര്, പിന്നെ മഹാബാഹുവായ സുഭദ്രാപുത്രനും ശംഖുകൾ മുഴക്കി എന്നുള്ളതാണ് ഈ 3 ശ്ലോകങ്ങളിലായിട്ട് വിവരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? വില്ലാളി വീരനായ കാശിരാജാവ്, മഹാരഥനായ ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, ഇതുവരെ തോൽവി അറിയാത്ത സാത്യകി, ദ്രുപദൻ, ദ്രൗപദി പുത്രന്മാര്, പിന്നെ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖുകൾ മുഴക്കി എന്നുള്ളതാണ് ഈ 3 ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകം ചൊല്ലാം. സഘോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോഭ്യനുനാദയൻ. സഘോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോഭ്യനുനാദയൻ. 19ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്
ആ ശംഖനാദം ഇങ്ങനെ അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങനെ വളരെ മുഖരിതമായി ഇങ്ങനെ മുഴങ്ങി കേട്ടു. ശംഖിൻ്റെ നാദം നമുക്കറിയാമല്ലേ, അത് കേൾക്കുന്ന നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ നിന്ന് ശംഖനാദം കേൾക്കുമ്പോൾ ഒരു സുഖമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ഡാൻസിലാണെങ്കിലും കുറേയിടത്ത് ദേവി പ്രത്യക്ഷപ്പെടുന്നത് പോലെയോ അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുമ്പോൾ അതിൽ ശംഖിൻ്റെ ശബ്ദം അതിന് അകമ്പടിയോടെ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ ഗൂസ് ബംസ് വരുന്ന പോലെ തോന്നും. അത് നമുക്കൊരു ഡിവൈൻ ആയിട്ടുള്ള ഫീലിംഗ് ആണ് ആ ശംഖിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ. പക്ഷെ ഇവിടെ ശംഖ് മുഴങ്ങുന്നത് ഒരു യുദ്ധാന്തരീക്ഷത്തിലാണ്. അപ്പോൾ അത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് കേൾക്കുമ്പോൾ ആശങ്കയോ ഭയമോ അങ്ങനെ ഒരു, കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ രക്തവും മരണവും വേർപാടും അങ്ങനെ ഒട്ടനവധി വിഷമങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ഭീതി ജനിപ്പിക്കുന്ന അവസ്ഥയാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും കേൾക്കുന്ന ശംഖനാദം എന്ന് പറയുന്നത് ഒരിക്കലും അത്ര പ്ലസൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ആ ശംഖനാദം ഇങ്ങനെ അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങനെ മുഴങ്ങി കേട്ടു, ഉറക്കെ കേട്ടു. ആ സമയത്ത് ധൃതരാഷ്ട്ര പുത്രന്മാരുടെ അല്ലെങ്കിൽ കൗരവരുടെ ഹൃദയം ഇങ്ങനെ പിളർക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടതെന്ന്. അതായത് ഹൃദയം പിളരുന്ന പോലെ തോന്നി ഇത്രയും ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആദ്യം ഭീഷ്മ പിതാമഹനാണ് ശംഖ് ഊതിയത് അല്ലേ, ശംഖനാദം മുഴക്കിയത് ഭീഷ്മ പിതാമഹനാണ്. ഭീഷ്മ പിതാമഹൻ നിൽക്കുന്നതോ കൗരവ പക്ഷത്താണ്. പക്ഷെ ഒരിക്കലും അവിടെ നിന്നും ആ ശംഖനാദം കേട്ടപ്പോൾ പറഞ്ഞില്ല പാണ്ഡവരുടെ ഹൃദയം പിളർന്നു എന്നൊരിക്കലും പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ പറയാതെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തങ്ങളുടെ കൂടെയാണ്, അതുകൊണ്ട് തങ്ങൾക്ക് ഒരിക്കലും ഒരാപത്തും നേരിടുകയില്ല എന്ന് അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ കൗരവരുടെ പക്ഷത്തു നിന്നും ശംഖനാദം മുഴങ്ങി കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാണ്ഡവന്മാർക്കും ഉള്ളിലൊരു ഭീതി തോന്നേണ്ടുന്നതാണ് അല്ലെ, അവരുടെ ഹൃദയവും പിളർന്നു എന്ന് തോന്നേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടായില്ല. ആ ശംഖനാദം കേട്ടതും ഭഗവാൻ കൃഷ്ണൻ ആദ്യം മുഴക്കി, പിന്നെ അർജുനൻ മുഴക്കി, ഭീമസേനൻ മുഴക്കി, നകുല സഹദേവന്മാർ മുഴക്കി, യുധിഷ്ഠിരൻ മുഴക്കി, അങ്ങനെ അവരുടെ കൂടെയുള്ള മഹാരഥന്മാരൊക്കെ ശംഖനാദം മുഴക്കി. അങ്ങനെ പാണ്ഡവ സൈന്യത്തിൽ നിന്നും ഉയർന്നു കേട്ട അന്തരീക്ഷത്തിൽ എങ്ങും ശബ്ദമുഖരിതമാക്കിയ ആ ശംഖനാദം കേട്ടിട്ട് കൗരവപക്ഷത്തുള്ള ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുന്നത് പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത് എന്ന് പറയാണ്. ഇനി നമുക്ക് 20ാമത്തെ ശ്ലോകം ചൊല്ലാം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാതേ ധനുരുദ്ധ്യമ്യ പാണ്ഡവ ഹൃഷീകേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർതരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാതേ ധനുരുദ്ധ്യമ്യ പാണ്ഡവ ഹൃഷീകേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. ഭഗവത്ഗീത തുടങ്ങുന്നത് തന്നെ നമ്മുടെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് വിവരിച്ചു കൊടുക്കുന്നതായിട്ടാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നതായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശ്ലോകത്തിൽ അല്ലയോ രാജാവേ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ് പിന്നെ എന്താണ് യുദ്ധഭൂമിയിൽ നടന്നത് എന്ന്. അപ്പോൾ അല്ലയോ രാജാവേ, പാണ്ഡുപുത്രനായിട്ടുള്ള അർജുനൻ ഹനുമാന്റെ കൊടി അടയാളമുള്ള തേരിലിരുന്നു കൊണ്ട് ശരങ്ങൾ ഉതിർക്കുവാൻ തയ്യാറായി നിന്നു എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ നിന്ന് എതിരെ നിൽക്കുന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്. എന്താ പറഞ്ഞത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ്. അപ്പോൾ അത്രയാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഹനുമാന്റെ കൊടി അടയാളമായിട്ടുള്ള, അതായത് ആ തേരിൽ ഹനുമാന്റെ കൊടിയാണ് വെച്ചിരിക്കുന്നത്, ഹനുമാന്റെ അടയാളമുള്ള കൊടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹനുമാൻ ശ്രീരാമൻ്റെ സമയത്ത് ഹനുമാനായിരുന്നു അവർക്ക് സഹായി അല്ലേ, രാമലക്ഷ്മണന്മാർക്ക്. അപ്പോൾ ഹനുമാൻ എവിടെയുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അർജുനനോടൊപ്പം ഹനുമാനുണ്ട്, കൂടെ ശ്രീരാമനും ഉണ്ട് അല്ലേ. ശ്രീരാമൻ തന്നെയാണ് ശ്രീകൃഷ്ണനും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ വിജയം ആർക്ക് സുനിശ്ചിതമാണ്? പാണ്ഡവർക്ക് വിജയം
സുനിശ്ചിതമാണ്. അപ്പോൾ സഞ്ജയൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഹനുമാന്റെ കൊടി അടയാളമുള്ള തേരിലിരുന്നു കൊണ്ട് അർജുനൻ വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കുവാൻ തയ്യാറായി നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പക്ഷത്ത് വിജയം സുനിശ്ചിതമാണ് എന്ന് സാരം. അപ്പോൾ അങ്ങനെയുള്ള അർജുനൻ എതിരെ അണിനിരന്ന് നിൽക്കുന്ന കൗരവ സൈന്യത്തെ നോക്കുകയാണ്. അല്ലെ, അവിടെ നിൽക്കുന്നതും ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ് അല്ലെ നിൽക്കുന്നത്. അപ്പോൾ എതിരെയുള്ള കൗരവ സൈന്യത്തെ ഇങ്ങനെ നോക്കിയിട്ട് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞതെന്നറിയാൻ നമുക്ക് അടുത്ത ശ്ലോകം ചൊല്ലാം. 21, 22 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത്. അതിൻ്റെ വ്യാഖ്യാനവും ഒരുമിച്ച് പറയാം. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോതു കാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യമസ്മിൻ രണസമുദ്യമേ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യമസ്മിൻ രണസമുദ്യമേ. 21, 22 ശ്ലോകങ്ങൾ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറയുന്നതായിട്ടാണ് ഉള്ളത്. അപ്പോൾ പറയാണ്, ഹേ അച്യുത എന്നാണ് അർജുനൻ വിളിക്കുന്നത് കൃഷ്ണനെ. അച്യുതൻ എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, അല്ലെങ്കിൽ വീഴ്ച പറ്റാത്തവൻ, അല്ലെങ്കിൽ നാശമില്ലാത്തവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹേ അച്യുത, എൻ്റെ തേര് കൊണ്ടുപോയിട്ട് ഈ ഇരുപക്ഷത്തും നിൽക്കുന്ന, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഇരുപക്ഷങ്ങളും ഉണ്ടല്ലോ, അവരുടെ നടുക്കായിട്ട് കൊണ്ടുചെന്ന് നിർത്തൂ. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അർജുനൻ കൃഷ്ണനോട്. ഇവിടെ നിന്നാണല്ലോ അല്ലേ ഗീതോപദേശം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ പോയി നിന്ന് അവരെയൊക്കെ കണ്ടിട്ടാണല്ലോ അർജുനൻ്റെ മനസ്സിൽ മുഴുവനും ചിന്തകളും ആകുലതകളും ഒക്കെ വരുന്നത്. അതിനൊക്കെ കൊടുക്കുന്ന മറുപടിയാണ്, ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്ന മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ സാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹേ അച്യുത എന്ന് വിളിച്ചിട്ട് അർജുനൻ കൃഷ്ണനോട് പറയാണ്, കൃഷ്ണ, എൻ്റെ തേര് കൊണ്ടുചെന്ന് ഇരു സൈന്യത്തിൻ്റെയും നടുക്കായിട്ട് കൊണ്ട് ചെന്ന് നിർത്തൂ. ആരൊക്കെയാണ് ഇവിടെ യുദ്ധം കാക്ഷിച്ച് വന്ന് നിൽക്കുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനന് ഈ യുദ്ധത്തിനോട് ഒട്ടും താല്പര്യമില്ല. പക്ഷേ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു യുദ്ധത്തിന് തയ്യാറായിട്ട് പുറപ്പെടുന്നത്. അതിന് പ്രധാനമായിട്ടും കാരണം കൗരവപക്ഷത്തിൻ്റെ അതിമോഹം തന്നെയാണ് അല്ലേ. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്, ഇരുവർക്കും തുല്യ അർഹതയാണ് സ്വത്തിനും മുതലിനും എന്നൊക്കെ ഇരിക്കെ വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ ഈ ഒരു യുദ്ധം വരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഈ പ്രധാനമായിട്ടും അതിൽ ദുര്യോധനൻ്റെ പിടിവാശി, അവിടെ നിന്നാണ് ഇതിലേക്ക് തുടക്കം. അപ്പോൾ എല്ലാ അത്യാഗ്രഹങ്ങളും ഒടുവിൽ നാശത്തിലാണ് ചെന്ന് എത്തുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് അർഹതപ്പെട്ടതിനെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം, നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ഇറങ്ങി പുറപ്പെടാതിരിക്കുക. സ്വത്ത് തർക്കങ്ങൾ അതിപ്പോൾ കുടുംബങ്ങളിലൊക്കെ ഇപ്പോൾ സ്ഥിരം നടക്കുന്നൊരു കാര്യമാണിത് അല്ലേ. ഇപ്പോൾ 2 മക്കളാണ് ഉള്ളതെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും 2 മക്കൾക്ക് തുല്യമായിട്ട് വീതിച്ച് കൊടുക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല, പൂർണ്ണമായിട്ടും എനിക്ക് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. എല്ലാ മക്കളും തുല്യരാണ്. അത് വീതിച്ചെടുക്കാനുള്ളൊരു മനസ്സ് കാണിക്കുമ്പോഴാണല്ലോ അവിടെ പ്രശ്നങ്ങളില്ലാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുഴുവനും വേണമെന്ന് ചിന്തിക്കുന്ന അവിടെ എന്ത് വന്നു? അത്യാഗ്രഹം വന്നു. അത്യാഗ്രഹം വരുമ്പോൾ അത്യാഗ്രഹത്തിന് പുറകെ വരുന്ന കാര്യം ആപത്താണ്. ഒരിക്കലും അത്യാഗ്രഹികൾ ആരും ജീവിതത്തിൽ അവരവരുടെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്തതല്ലാതെ ഒന്നും ശാശ്വതമല്ല. നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ നേടിയെടുക്കുക, അല്ലാതെ അത്യാഗ്രഹത്തിലൂടെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നേടിയെടുക്കുന്ന ഒന്നും ശാശ്വതമല്ല. ഇപ്പോൾ ഇവർക്കും ഈ കൗരവർക്കും പാണ്ഡവർക്കും ഉള്ളത് അങ്ങനെ തന്നെയാണല്ലോ. അവർ മുഴുവനും അത്യാഗ്രഹം കാണിച്ച് പാണ്ഡുവിൻ്റെ മക്കൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല, മുഴുവനും ഞങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളൊരു ആ പിടിവാശിയിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് തന്നെ.
അവരുടെ ദ്രൗപദിയെ ഈ പൊതുസഭയിൽ കൊണ്ടുവന്ന് വലിച്ചഴച്ച് വിവസ്ത്രയാക്കാൻ ശ്രമിച്ച് അപമാനിക്കാൻ ശ്രമിച്ച് എന്തൊക്കെ ക്രൂരതകളാണ് കൗരവപക്ഷത്തു നിന്ന് ചെയ്തതെന്ന് ആലോചിക്കും. അപ്പോൾ അത്രയും നീച പ്രവൃത്തികൾ ചെയ്തപ്പോൾ അനുരഞ്ജനത്തിന് ശ്രമിക്കുന്നത് പോലും ഭഗവാൻ കൃഷ്ണനാണ്. യുദ്ധം വേണ്ടാന്ന് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലും. പക്ഷെ ഒന്നിനും അവർ വഴിവെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവസാനം യുദ്ധത്തിലെത്തുക തന്നെ ചെയ്തു. ഈ യുദ്ധത്തിൽ ആർക്കാണ് നാശം സംഭവിക്കുന്നത്? ഈ അത്യാഗ്രഹം കാണിച്ച ആളുകൾക്ക് തന്നെയാണ് നാശം സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. 21, 22 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ഇനി 23ാമത്തെ ശ്ലോകം ചൊല്ലാം. യോത്സ്യമാനാനവേക്ഷേഹം യയേതേത്ര സമാഗതാ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികീർഷവ. യോത്സ്യമാനാനവേക്ഷേഹം യയേതേത്ര സമാഗതാ ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികീർഷവ. ആ യുദ്ധഭൂമിയിൽ ഇരു സൈന്യങ്ങളുടെയും നടുവിലായിട്ട് അർജുനനെ കൊണ്ട് നിർത്താൻ പറയുകയാണ് കൃഷ്ണനോട്. എൻ്റെ തേര് അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയുകയാണല്ലോ. അപ്പം അങ്ങനെ പോയി നിന്നിട്ട് പറയാണ്, ദുഷ്ടബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കാൻ എത്തിയിട്ടുള്ള യോദ്ധാക്കളെ ഞാനൊന്ന് കാണട്ടെ എന്ന്. ദുഷ്ടബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രൻ, അല്ലെ? ദുഷ്ടബുദ്ധി തന്നെയാണ്, ക്രൂരനും നീചനുമാണ് ദുര്യോധനൻ. അപ്പം അങ്ങനെയുള്ള ആ ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായിട്ട് എത്തിയവരെയും ഞാനൊന്ന് കാണട്ടെ എന്ന് പറയാണ്, അല്ലെ? അത്രയും നീച മനസ്സ്, ദുഷ്ടൻ. അവനോടൊപ്പം നിൽക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും? അതും അതേ കണക്കായിരിക്കും. അപ്പോൾ ഒരേ തൂവൽ പക്ഷികൾ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ദുര്യോധനൻ്റെ അതേ സ്വഭാവവും അല്ലെങ്കിൽ അതേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ദുഷ്ടബുദ്ധികളായിട്ടുള്ള യോദ്ധാക്കളെ ഞാനൊന്ന് കാണട്ടെ എന്നാണ് അർജുന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണട്ടെ എന്ന് പറയുന്നത് കൊണ്ട് ഇനിയൊരു സന്ധി സംഭാഷണത്തിനൊന്നും സാധ്യതയില്ല. യുദ്ധഭൂമിയിലെത്തിക്കഴിഞ്ഞു. ഇനി യുദ്ധം തന്നെയുള്ളൂ ഇതിനൊരു പോംവഴി. സന്ധി സംഭാഷണത്തിനോ കോംപ്രമൈസ് ടോക്കിനോ ഒന്നുമല്ല അർജുനൻ അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശം കൂടി ഉണ്ടാവാം. താൻ എതിരിടാൻ പോകുന്ന സൈന്യം എത്രത്തോളം ബലവാന്മാരാണ്, തൻ്റെ സൈന്യത്തിന് എത്രത്തോളം ബലമുണ്ട് എന്നറിയാൻ കൂടി വേണ്ടിയാവാം അർജുനൻ ഇങ്ങനെ കൃഷ്ണനോട് പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ദുഷ്ടബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രൻ്റെ ഒപ്പം നിൽക്കാൻ, അതേപോലെ തന്നെ ചിന്തിക്കുന്ന അവരെ സന്തോഷിപ്പിക്കാൻ, ഈ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കാൻ കൂടെ എത്തിയ യോദ്ധാക്കളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ കൃഷ്ണനോട് തേര് അതിന് നടുവിലേക്ക് തെളിക്കാനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് 24ാമത്തെ ശ്ലോകം ചൊല്ലാം. സഞ്ജയ ഉവാച ഏവ മുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയ ഉവാച ഏവ മുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. 24ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയ ഉവാച എന്നാ പറയുന്നത്. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാണ്, ഹേ ഭാരതപുത്ര, അർജുനൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രേഷ്ഠമായിട്ടുള്ള ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിലായിട്ട് കൊണ്ടുചെന്ന് നിർത്തി എന്ന് പറയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ അർജുനനെ വിളിക്കുന്നത് ഗുഡാകേശൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗുഡാകം എന്ന് പറഞ്ഞാൽ നിദ്ര എന്നർത്ഥം. അപ്പോൾ ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ നിദ്രയെ ജയിച്ചവൻ എന്നർത്ഥം. അപ്പോൾ നിദ്രയെ ജയിക്കുക എന്ന് പറയുമ്പോൾ നിദ്ര എന്ന് പറയുന്ന ഉറക്കത്തിനെയാണല്ലോ നിദ്ര എന്ന് പറയുന്നത്. ആ സമയത്ത് ശരിക്കും നമ്മൾ മൃതി അടഞ്ഞ പോലെ തന്നെയാണ് ഉറക്കം, അല്ലെ? കുറച്ച് സമയത്തേക്ക്. അപ്പോൾ അതിനെ അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. ഈ ഗുഡാകം എന്ന് പറയുന്നത്, നിദ്ര എന്ന് പറയുന്നതും അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അജ്ഞാനത്തെ ജയിച്ചവൻ, അജ്ഞാനത്തെ ഇല്ലാതാക്കിയവൻ എന്നർത്ഥം. അപ്പോൾ ഇതിൽ ഭഗവാൻ കൃഷ്ണൻ്റെ സുഹൃത്താണ് അർജുനൻ, അല്ലേ? അപ്പം നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് എപ്പോഴും നല്ല വഴികാട്ടിയായിരിക്കും. അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ സുഹൃത്തായി ലഭിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ.
അല്ലേ? ഭഗവാൻ കൃഷ്ണനെ സുഹൃത്തായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം അർജുനന് എല്ലാ കാര്യത്തിലും ഉപദേശങ്ങളും അർജുനൻ്റെ എല്ലാ നെഗറ്റീവ്സിനെയും മാറ്റി പോസിറ്റീവ്സ് ആക്കാൻ കഴിയുന്ന ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുഡാകേശൻ എന്ന അർജുനനെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ വിളിക്കാം. കാരണം അർജുനനിലെ അജ്ഞാനത്തെ ഇല്ലാതാക്കി ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ ആ അജ്ഞാനത്തെ ജയിച്ചവനാണ് അർജുനൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗുഡാകേശൻ പറഞ്ഞത് കേട്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിലായിട്ട് കൊണ്ടുചെന്ന് നിർത്തി എന്നാണ് 24-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകം ചൊല്ലാം. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിധി. ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിധി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. 25-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഇരു സൈന്യങ്ങൾക്കും നടുവിലായിട്ട് രഥം കൊണ്ടുചെന്ന് നിർത്തി ഭീഷ്മദ്രോണാദികളുടെയും മറ്റ് രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് കൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള കുരുവംശജരെ നോക്കൂ എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ 25-ാമത്തെ ശ്ലോകത്തിൽ. ഇരു സൈന്യങ്ങൾക്ക് മുമ്പിൽ ചെന്ന് ഇരു സൈന്യങ്ങളുടെയും നടുവായിട്ട് കൊണ്ടുചെന്ന് നിർത്തി തേര്. എന്നിട്ട് ഭീഷ്മരും ദ്രോണരും ഒക്കെ ഉണ്ടല്ലേ ആ സൈന്യത്തിൽ, അവരുടെയും മറ്റ് രാജാക്കന്മാരുടെയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അല്ലയോ പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കുരുവംശജരെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുനൻ്റെ മനസ്സ് കൃഷ്ണൻ അറിയാം, അല്ലെ? അത് ഭഗവാനായതുകൊണ്ട് മാത്രമല്ല, ഒരു സുഹൃത്തായതുകൊണ്ടാണ്, അല്ലെ? ഒരു സുഹൃത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെ ആ ഒരു സമയം കടന്നു പോകുന്നുണ്ടാവും എന്നുള്ളത് കൂടെയുള്ള ആൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ അർജുനൻ്റെ മനസ്സിലുണ്ടാകുന്ന ആങ്സൈറ്റീസ്, ആകുലതകളൊക്കെയും ഭഗവാൻ കൃഷ്ണന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആകുലതകൾ നീക്കി ആ തൻ്റെ സുഹൃത്തിനെ യുദ്ധത്തിനായിട്ട് റെഡിയാക്കുക എന്നുള്ളതാണ് കൃഷ്ണൻ്റെ ധർമ്മം. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ അങ്ങനെ ദ്രോണരുടെയും ഭീഷ്മരുടെയും ഒക്കെ മുമ്പിലും മറ്റു രാജാക്കന്മാരുടെയും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ കൃഷ്ണൻ പറയാണ് അർജുനനോട്, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കുരുവംശജരെ നോക്കൂ എന്ന് പറയാണ്. അർജുനൻ്റെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. ഇനി ബാക്കി 26-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചൊല്ലിയ 16 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. അപ്പം എല്ലാം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 25 ശ്ലോകങ്ങൾ വരെ ചൊല്ലിയിട്ടുണ്ട്. ഈ അധ്യായം നമുക്ക് ഒരു 2-3 വീഡിയോസ് കൊണ്ട് പൂർത്തിയാവും എന്നാണ് കരുതുന്നത്. അപ്പോൾ അതങ്ങനെ മുഴുവൻ കഴിയുമ്പോൾ 1-ാമത്തെ അധ്യായം മുഴുവനായിട്ട് നമ്മൾ നാരായണീയത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ പാരായണമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും ഭഗവത്ഗീതയുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഹരി ഓം.